ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ജാനകിയുടെയും അബിയുടെയും വീട്ടില് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് സന്തോഷത്തോടെ ഒന്ന് എല്ലാവരുമായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും കൊണ്ട് അപർണ വന്നത്. പക്ഷെ അപർണയുടെ ഉദ്ദേശം വേറെയാണ്. എല്ലാവരും വന്നത്, പക്ഷെ അവിടെ ജാനകിക്കും അബിക്കും നേരിടേണ്ടി വന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. തൻ്റെ കുഞ്ഞിനെ കാണാതെ വളരെയധികം ജാനകി വിഷമിച്ചു. എന്നാൽ അത് മാത്രമല്ല, ചില രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ സൂര്യനാരായണൻ അറിയാവുന്ന, എന്നാൽ ബാക്കി ആർക്കും അറിയാത്ത കുറച്ച് രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യമാണ് ഇപ്പോൾ അപർണയ്ക്കും തമ്പിക്കും അറിയാവുന്നുള്ളത്. ആ രഹസ്യം വെച്ച് തന്നെയാണ്, ആ രഹസ്യം പുറത്താക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരെ എല്ലാവരും കൂടി കൊണ്ട് അപർണ ആ ഒരു റിസോർട്ടിലെത്തിയത്. എന്നാൽ അതിന്റെ സത്യാവസ്ഥ എന്താണ്? എന്ത് രഹസ്യമായിരിക്കും അപർണയുടെയും തമ്പിയുടെയൊക്കെ മനസ്സിലുള്ളത്? ഇനി ആ ഒരു സത്യം പുറത്താകുമ്പോൾ ആരുടെയൊക്കെ ജീവിതങ്ങളായിരിക്കും അവിടെ തകരാൻ പോകുന്നത്? എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി അളകാപുരി നേരിടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ജാനകിയും ഭയങ്കര സങ്കടത്തിലാണ്. തൻ്റെ കുഞ്ഞില്ലാതെ ഇതുവരെയും താൻ ജീവിച്ചിട്ടില്ല, എന്നാൽ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട തനിക്കിനി സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടി കരയുമ്പോൾ അപർണയ്ക്കറിയാം അപർണ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. കാരണം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പൊന്നുവിനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ അപർണയല്ല എന്ന് അപർണയ്ക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. പക്ഷെ താനാണ് ഇവിടെ എല്ലാവരെയും ടൂർ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ തൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതെല്ലാം തൻ്റെ മേലിലാണ് വീണിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം അപർണ തമ്പിയെ വിളിച്ച് പറയുകയും, എന്നാൽ ഇതെല്ലാം അമൽ കേട്ടുകൊണ്ട് നിന്നു. അപ്പോൾ അമലിന് ഉറപ്പാണ് പൊന്നുവിനെ തട്ടിക്കൊണ്ടു പോയതിന് പിന്നിൽ നിനക്കൊരു ലക്ഷ്യമില്ലെന്ന് നീ പറയുന്നു. ശരി, സമ്മതിച്ചു. പക്ഷേ നിനക്ക് ഒരു ലക്ഷ്യവുമില്ലാതെ നീ ഇങ്ങോട്ട് വന്നു എന്ന് നീ പറയരുത്. കാരണം നിനക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. അതെന്താണ് എന്ന് നീ എന്നോട് തുറന്നു പറ. നീ ഇവിടെ എല്ലാവരെയും കൊണ്ടുവന്നതിന്റെ പിന്നിൽ നിനക്ക് ഒരു ഉദ്ദേശവും ഇല്ലാതെ നീ കൊണ്ടുവരത്തില്ല. അപ്പൊ എന്താണ് നീ മറച്ചു വെച്ച സത്യം? എന്താണെന്ന് നീ തുറന്നു പറ എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും പറയാനായിട്ട് അപർണ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, അമലിനെ കുറ്റപ്പെടുത്തുകയും ജാനകി എന്നെ ഒരു അടി അടിച്ചു, ഞാൻ അത് ക്ഷമിച്ചു, എന്നാൽ ഇനി ജാനകി എന്നെ തൊടത്തില്ല, തൊട്ട് കഴിഞ്ഞാൽ ജാനകി വിവരം അറിയും എന്നൊക്കെ അപർണ വെല്ലുവിളിച്ചിട്ടാണ് അപർണ അങ്ങ് പോയത്. പക്ഷെ എല്ലാവരും തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. തമ്പിക്കറിയാം തമ്പി തൻ്റെ മകൾ ഇതിന്റെ പിന്നില് പൊന്നുവിനെ കാണാതായതിന് പിന്നിൽ അപർണ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ അതിന്റെ സത്യാവസ്ഥ തെളിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവിടെ കുറ്റക്കാരിയാകാൻ പോകുന്നത് അപർണയാണ്. പോലീസിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ, പോലീസ് വന്ന് വിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ അപർണയുടെ ജീവിതം തീർന്നു. അങ്ങനെയാണ് തമ്പി നേരെ രാഘവനെ വിളിക്കുന്നത്. അപ്പൊ രാഘവനെ അറിയാതെ എന്തായാലും ആ റിസോർട്ടിൽ ഒന്നും പറ്റത്തില്ല എന്ന് തമ്പിക്ക് അറിയാം. രാഘവനെ വിളിച്ചു. രാഘവനെ വിളിച്ച സമയത്ത് രാഘവൻ തൻ്റെ ലച്ചുവിനൊപ്പം സംസാരിക്കുമായിരുന്നു. ലച്ചുവിന് ഒരിക്കലും ഈ ബന്ധത്തിന് താല്പര്യമില്ല. എന്നാൽ സ്വത്തും പണവും മോഹിച്ചിട്ടാണ് അച്ഛൻ്റെ പ്രായമുള്ള ഒരാളെ കൊണ്ട് ലച്ചുവിനെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് രാഘവൻ തീരുമാനിച്ചത്. അങ്ങനെ ലച്ചു വഴങ്ങണമെന്നുണ്ടെങ്കിൽ, അഥവാ ഇപ്പോൾ ലച്ചുവിനെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോകാനായിട്ട് അവർക്ക് സാധിച്ചുവെങ്കിലും ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോൾ ലച്ചു ഒന്ന് ഉറക്കെ ശബ്ദിക്കുകയോ അല്ലെങ്കിൽ കരഞ്ഞു വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാർ പിടികൂടും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊന്നുവിനെ വെച്ച് ലച്ചുവിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചത്. അങ്ങനെ വിനായകന്റെ കൂട്ടരും കൂടി ചേർന്നിട്ടാണ് ലച്ചുവിനെ തട്ടിക്കൊണ്ടുപോയത്. അപ്പൊ ലച്ചുവിനെ അല്ല, പൊന്നുവിനെ തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ പൊന്നു ഇപ്പം ലച്ചുവിനൊപ്പമാണുള്ളത്. അങ്ങനെ നീ ഇനി ഇവിടെ നിന്ന് ശബ്ദിക്കരുത്. നീ ഈ ഒരു വിനായകനൊപ്പം നീ ജീവിച്ചു കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും നിന്റെ ജീവിതം. കാരണം ഒരുപാട് സ്വത്തുക്കളുണ്ട് വിനായകനെന്നും. നീ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വിനായകന്റെ വീട്ടിൽ എത്തുന്നത് വരെ നീ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊന്നുവിന്റെ ജീവിതം ആപത്തിലോട്ട് പോകും. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് രാഘവൻ ലച്ചുവിനെ ഭീഷണിപ്പെടുത്തിയാണ് വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് തമ്പി വിളിച്ചു, തമ്പിയോട് സംസാരിച്ചു. എന്നാൽ തനിക്കൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ അവിടെ നടന്ന സംഭവങ്ങൾ തനിക്ക് അറിയത്തില്ല എന്ന മട്ടിലാണ് രാഘവൻ സംസാരിച്ചത്. എന്നാൽ നിനക്കെല്ലാ സത്യങ്ങളും അറിയാമെന്നും എന്റെ മകളെ ഇപ്പൊ കുറ്റക്കാരിയായിട്ട് നിൽക്കുവാണ്, സത്യാവസ്ഥ നീ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അവിടെ കയറി ഞാൻ പൊക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ രാഘവൻ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. വിനായകനാണ് തട്ടിക്കൊണ്ട് വന്നതെന്നും തന്റെ മകളെ കൊണ്ടുപോകുന്നത് വരെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊന്നുവിനെ തട്ടിക്കൊണ്ട് വന്നത് എന്നുള്ള സത്യങ്ങളൊക്കെ അവിടെ എല്ലാവരോടും പറഞ്ഞു. അവിടെ തമ്പിയോട് പറഞ്ഞു. അപ്പൊ തമ്പിയും ശരി, എന്തായാലും ലച്ചുവിനെ കൊണ്ടുപോകുന്നത് വരെ ഞാനോ ആരും പൊന്നുവിനെ തേടി വരത്തില്ല,
ഒരു ആപത്തും വരത്തില്ല, പക്ഷെ നീ എവിടെയാണ് കുഞ്ഞിനെ കൊണ്ട് വെച്ചിരിക്കുന്നത് എന്നുള്ള സത്യം എന്നോട് പറഞ്ഞേ മതിയാകൂ. അപ്പോൾ തമ്പിയോട് രാഘവൻ സംസാരിക്കുന്നതും രാഘവനോട് തമ്പി സംസാരിക്കുന്നതും എല്ലാം നമ്മുടെ അപർണയുടെ അമ്മ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം സത്യങ്ങളൊക്കെ അറിഞ്ഞു. ശരി, അപ്പോൾ അവർക്ക് പേടിക്കേണ്ട, ഇനിയിപ്പോൾ ആരെങ്കിലും അന്വേഷിച്ച് വരത്തില്ല എന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും ജാനകി അവിടെ ഭയങ്കര സങ്കടത്തിലാണ്. തന്റെ കുഞ്ഞില്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന ജാനകിക്ക് ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോൾ എടുത്തു. ഫോൺ കോൾ എടുത്തപ്പോൾ അപർണയുടെ അമ്മയാണ് വിളിക്കുന്നത്. കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ ജാനകിയോട് പറഞ്ഞു, സുമംഗലാമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, തമ്പിയോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നിരഞ്ജന കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ നിരഞ്ജനയും ജാനകിയും കൂടി ചേർന്നിട്ടാണ് അബിയോട് പോയി കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ രാഘവനാണ് തട്ടിക്കൊണ്ട് പോയതെന്നും എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള സത്യങ്ങളെല്ലാം അറിഞ്ഞു. ഉടനെ തന്നെ അബി അമലിനെയും അജയെയും വിളിച്ചുകൊണ്ട് നേരെ അവരുടെ രാഘവനും വിനായകനും കൂടി ചേർന്നിട്ട് പൊന്നുവിനെയും ലച്ചുവിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ വീട്ടിലെത്തി. എന്നിട്ട് എല്ലാവരെയും അടിച്ച് റൊട്ടിയാക്കിയിട്ട് പൊന്നുവിനെയും രക്ഷിച്ചുകൊണ്ട് വരുവാണ്. ആ സമയത്ത് അബി അകത്തോട്ട് പോയപ്പോൾ പൊന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ലച്ചുവാണ് പൊന്നുവിനെ അബിക്ക് കൈമാറിയത്. എന്നാൽ ലച്ചുവാണ് നിൽക്കുന്നത് എന്നുള്ള സത്യം അബി മനസ്സിലാക്കില്ലായിരുന്നു. ഉടനെ തന്നെ പൊന്നുവിനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സമയം ലച്ചു വിളിക്കുന്നുണ്ട്, അബിയേട്ടാ, അപ്പോൾ നിനക്കെങ്ങനെ എൻ്റെ പേരറിയാം, നീ ആരാ എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ലച്ചു ആണെന്നും രാഘവനാണ് തട്ടിക്കൊണ്ട് വന്നതെന്നുള്ള സത്യം ലച്ചുവും പറഞ്ഞു. ഉടനെ തന്നെ ലച്ചുവിനെയും പൊന്നുവിനെയും കൊണ്ട് അബി നേരെ തൻ്റെ റിസോർട്ടിലോട്ട് പോവാണ്. അമലും അജയും ഉണ്ട്. അങ്ങനെ ചെല്ലുമ്പോൾ പൊന്നുവിനെ കൊണ്ടുവന്ന സന്തോഷത്തിലാണ് ജാനകിയും നിരഞ്ജനയൊക്കെ. എല്ലാവരും ഓടി വന്നപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എന്നാൽ ആ ഒരു സ്നേഹപ്രകടനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് പൊന്നുവിനെ കിട്ടിയത്, അല്ലെങ്കിൽ എവിടെയാണ് പൊന്നു ഉള്ളതെന്നുള്ള സത്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ അബിയേട്ടന് പരിചയമുള്ള ഒരാളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാളാണ് പൊന്നുമുള്ള സ്ഥലം പറഞ്ഞത് എന്ന് പറയുന്നു. അജയ് എല്ലാവരോടും പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ എങ്ങനെ സാധിക്കും? പൊന്നുവിനെ തട്ടിക്കൊണ്ട് പോയി, എന്നാൽ ഇതിന്റെ പിന്നിൽ ആരാണ്, എന്താണ് ഉദ്ദേശം എന്നൊന്നും അറിയാതെ ഒരു ഫോൺ കോൾ വന്നതിന്റെ പേരിൽ എല്ലാം വിശ്വസിക്കാനായിട്ട് എങ്ങനെ പറ്റും? അത് ആരാണ് ഈ ഒരു ഇൻഫർമേഷൻ തന്നത്, ആരാണ് തട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ ഇപ്പോൾ പറയണം എന്നൊക്കെ അപർണ വാശി പിടിക്കുമ്പോഴും അജയ് പറഞ്ഞത്, പൊന്നുവിനെ കിട്ടി, ആരാണ് ഇതിന്റെ പിന്നിലുള്ള കുറ്റവാളി എന്ന് നമ്മൾ കണ്ടുപിടിച്ചു, ഇനി എന്തിനാണ് ഇതിനെ കുറിച്ചുള്ള സംസാരങ്ങൾ നടത്തുന്നത് എന്നൊക്കെ അജയും പറഞ്ഞു. എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പൊന്നുവിനെ തിരിച്ചു കിട്ടി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ലച്ചുവിനെ അബി കൊണ്ടു, പക്ഷെ ലച്ചുവിനെ കാറിൽ ഇരുത്തിയിട്ടാണ് അബി ഇറങ്ങിയത്. കാര്യങ്ങൾ എല്ലാവരെയും ധരിപ്പിച്ചതിന് ശേഷം മാത്രം ലച്ചുവിനെ പുറത്തോട്ട് ഇറക്കിയാൽ മതി എന്ന് അബി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ലച്ചുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്? അപർണ ഒളിപ്പിച്ച ആ രഹസ്യം എന്തായിരിക്കും? അപർണ ആ സത്യം തുറന്നു പറയുമ്പോൾ എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.